മാഗ്നിഫിസൻറ്റ് സെഞ്ചുറി എന്ന തുർക്കിഷ് സീരീസിൻ്റെ മലയാളം റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സീരീസിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലായാലും നോക്കിയിട്ടുണ്ടെങ്കിൽ മയൂരൻ ഡൈനസ്റ്റി, മുഗൾ ഡൈനസ്റ്റി, അങ്ങനെ ചോള ഡൈനസ്റ്റി, അങ്ങനെ പല ഡൈനസ്റ്റീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ തുർക്കിയിലുള്ളൊരു ഡൈനസ്റ്റി ആയിരുന്നു ഓട്ടമൻ. ഏറ്റവും കൂടുതൽ ഭരിച്ച ഒരു ഡൈനസ്റ്റി ആയിരുന്നു ഓട്ടമൻ ഡൈനസ്റ്റി. അപ്പോൾ അവരുടെ ഒരു കഥയാണ്. അവരുടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു സുൽത്താൻ സുലൈമാൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് കൺകുബിൻ എന്ന് പറയുന്ന ഹുറം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ് ഇവിടെ സീരീസിൽ പറയാൻ നോക്കുന്നത്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഇവിടെ ഈ സീരീസിലൂടെ മെയിനായിട്ട് പറയാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്ന 1520 കാലഘട്ടത്തിലാണ്. അപ്പം നമ്മുടെ ക്രൗൺ, അതായത് കിരീടം വെക്കാൻ പോകുന്ന പ്രിൻസ് ഉണ്ടല്ലോ, നമ്മുടെ സുലൈമാൻ, അവിടെ തനിക്ക് തന്നിരിക്കുന്ന പ്രൊവിൻസ്, അതായത് ഓട്ടോമൻ ട്രഡീഷൻ പ്രകാരം കിരീടം വെക്കാൻ പോകുന്ന പ്രിൻസിന് ഒരു സ്ഥലം കൊടുക്കും, അതായത് മനീസ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഹണ്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സുലൈമാൻ. അപ്പോൾ ആ ടൈമിലായിരിക്കും ഒരു മെസ്സഞ്ചർ വന്ന് ലെറ്റർ കൊടുക്കുന്നു. ആ ലെറ്ററിൽ എന്ത് എഴുതിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലെറ്റർ വന്നിരിക്കുന്നത് പെരി പാഷ എന്ന് പറയുന്ന, അതായത് ഇസ്താംബൂളിൽ നിന്നാണ്, പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഇതാണ് ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സുൽത്താൻ സലീം ഒന്നാമൻ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുലൈമാൻ, അതായത് പുതിയ ക്രൗൺലി പ്രിൻസായ സുലൈമാനെ പ്രതീക്ഷിച്ച് കൊട്ടാരത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്. അതുകൊണ്ട് സുലൈമാൻ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വന്നുവെന്ന് പറയുന്നു. ഈ ലെറ്റർ വായിച്ചു കഴിയുന്നതും തൻ്റെ കൂടെയുള്ളവരെല്ലാവരും സുലൈമാനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു സുൽത്താന് കൊടുക്കേണ്ട ബഹുമാനം ഉണ്ടല്ലോ, അതുപോലെ എല്ലാവരും താണു വണങ്ങി കൊടുക്കുന്നു. അങ്ങനെ സുലൈമാൻ ആ വന്നവരുടെ കയ്യിൽ നിന്നും ആ വാള്, ഒരു അധികാരത്തിന് ചിഹ്നമായ ഒരു വാള് കയ്യിലേന്തിക്കൊണ്ട് നേരെ നിൽക്കുന്നു. അവിടെ അങ്ങനെ ആ സീൻ അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഇനി നെക്സ്റ്റ് സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സുലൈമാനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊരു വ്യക്തിയാണല്ലോ നമ്മുടെ ഹുറം സുൽത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ കാണാൻ പോകുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പലിലുള്ള ഒരു കാഴ്ചയാണ്. അതായത് ഒരു കൂട്ടം യുവതികളെ പിടിച്ച് ബന്ദികളാക്കിപ്പെട്ടിരിക്കുന്നു. അവരപ്പോൾ അതിൻ്റെ ഉള്ള ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയോട് വന്ന് വല്ലതും കഴിക്കുക, നീ ക്ഷീണിതയായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നു. ഇവിടെ വെച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അതായത് നമ്മുടെ സുലൈമാൻ്റെ നായികയായ അലക്സാണ്ട്രയെ. അപ്പോൾ അലക്സാണ്ട്രയുടെ അടുത്ത് വന്നുകൊണ്ട് ഇവിടെ ഒരു ചോദിക്കുന്നുണ്ട്, അതായത് എന്തെങ്കിലും കഴിക്കും, നീ കുറച്ച് ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ലോ എന്ന്. അപ്പോൾ അലക്സാണ്ടർ ദേഷ്യത്തോടെ പറയുന്നു, അതായത് എനിക്കൊന്നും വേണ്ട, ഞാനിവിടെ കിടന്ന് മരിച്ചാലും ശരി, എനിക്ക് ഇവിടെ ഒന്നും കഴിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ